ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഷോപ്പിനെയാണ് കേട്ടോ എപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, ഇത് നമ്മുടെ ഷോപ്പാണ്. ഇവിടെ കുറേ മൺപാത്രങ്ങളും ഭരണികളും കുറേ പ്ലാസ്റ്റിക് ചട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇന്നൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂർക്ക എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ കറിയൊന്നും ആവാണ്ട് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ നമുക്ക് എന്താ പറയുക, ഒരു 5 കിലോ കൂർക്ക വരെ നമുക്ക് നേരാക്കാൻ പറ്റും കേട്ടോ. വെറും 5 മിനിറ്റ് മാത്രം മതി. അപ്പോൾ ഒരു 5 മിനിറ്റിൽ നമുക്ക് എത്ര കൂർക്ക വേണമെങ്കിലും സിമ്പിളായിട്ട്, കയ്യിൽ കറിയൊന്നും ആവാണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് നേരാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂർക്ക ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ, പക്ഷെ അത് നേരാക്കണം പണിയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നേരാക്കാനായിട്ട് ഇതാ ഈ കാണുന്ന ഒരു ചെറിയൊരു കൊതുക് വല മാത്രം മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു കൊതുക് വലയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ എടുത്തിരിക്കുന്ന കൂർക്ക, ഞാൻ ഇവിടെ ഒരു 1/2 കിലോ കൂർക്കയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. എത്ര വേണമെങ്കിലും എടുക്കാം, 1 കിലോ 2 കിലോ എത്രയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ നെറ്റിനകത്തേക്ക് വെച്ചിട്ട് ഒന്ന് ടൈറ്റായിട്ട് നമ്മളൊന്ന് ടൈറ്റ് മീൻസ് അങ്ങനെ ഒരുപാട് ടൈറ്റ് അല്ല, ഒരു ലെവലിൽ ഇതെല്ലാം കൂടിയിട്ട് ഈ നെറ്റിനകത്താക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുക. എത്ര കൂർക്കയുണ്ടെങ്കിലും കുറച്ച് വലിയ നെറ്റ് എടുത്താൽ മതിയെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ കൂർക്ക എടുത്തിട്ട് ഇത് അതുപോലെ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി വലിയ നെറ്റ് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് കെട്ടുകയാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കയറുകൊണ്ടോ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഇതാ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലൊന്ന് നനച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ കെട്ടി വെച്ചിരിക്കുന്ന കൂർക്ക, നെറ്റിൽ കെട്ടി വെച്ചിരിക്കുന്ന കൂർക്ക ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം കേട്ടോ. ഇനിയാണ് നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രയാസമുള്ള പണിയൊന്നും അല്ല കേട്ടോ. ഇതുപോലെ ഒരു ചാക്ക് വിരിച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഈ കെട്ടിയിരിക്കുന്ന കൂർക്ക നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ട് ഒറ്റ കയ്യിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തുണി അലക്കില്ലേ, അതുപോലെ തന്നെ നമ്മളൊന്ന് നന്നായിട്ട് കുത്തിപ്പിഴിഞ്ഞെടുക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ചെയ്യട്ടെ. അതങ്ങനെ കശക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി കേട്ടോ കുറച്ച് നേരം. അത്രയ്ക്ക് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് വേണമെങ്കിൽ നമുക്കൊരു 5 മിനിറ്റിൻ്റെ ആവശ്യമില്ല, ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കശക്കി എടുത്താൽ അതിൻ്റെ തോലെല്ലാം പോയി കിട്ടും കേട്ടോ. നല്ല ഫ്രഷായിട്ട് നമ്മുടെ കയ്യിൽ കറിയും ആവില്ല, ഒന്നും ആവില്ല. ജസ്റ്റ് ആർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഒന്നിങ്ങനെ കശക്കി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ മാത്രം മതി. അതിൻ്റെ തോലൊക്കെ പോയി അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി എത്ര കൂർക്ക വേണമെങ്കിലും ഇതുപോലെ 5 മിനിറ്റിൽ നമുക്ക് എന്താ പറയുക, തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് കൂർക്ക നേരാക്കുന്നത് ഒരു പ്രയാസമായിട്ടേ തോന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ കൂർക്ക. പക്ഷെ അത് നേരാക്കാൻ മടിയാണ്, കാരണം കയ്യിലൊക്കെ കറിയാവും കേട്ടോ. കറിയും പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ആവും. പിന്നെ ഒരാഴ്ച വരെ കയ്യിൽ അങ്ങനെ നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ അടിപൊളിയായി കേട്ടോ. പ്രയാസമേ ഇല്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനിത് 1/2 കിലോ കൂർക്ക നേരാക്കി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് 1 കിലോ 2 കിലോ എത്ര വേണമെങ്കിലും നമുക്ക് 5 മിനിറ്റിൽ നേരാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക, ഇത് കുറച്ച് വലിപ്പമുണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ചുരണ്ടിയാൽ മതി എന്നൊക്കെ പറയുണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിൽ കറിയാവും, എന്നാലും ചുരണ്ടുമ്പോൾ കുറച്ച് ടൈം എടുക്കും ചെയ്യും. എന്തായാലും ഒരു 10-20 മിനിറ്റ് എടുക്കും. ഇത് വെറും 5 മിനിറ്റിലാണ് കേട്ടോ നമ്മളിത് നേരാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. സൂപ്പറാണ്. ഇതുപോലൊരു നെറ്റ് വാങ്ങിച്ച് വെച്ചാൽ മതി. നെറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിലുള്ള പഴയ കൊതുക് വലയൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ചാൽ മതി കേട്ടോ. അങ്ങനെ മതി. അങ്ങനെ നമ്മളിതാ കൂർക്കുപ്പേരി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ കൂർക്കുപ്പേരിയും അതുപോലെ തന്നെ രസമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ കൂർക്കുപ്പേരിക്ക് ഭയങ്കര കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ രസമാണ്. അത് രണ്ടും നല്ല അടിപൊളിയാണ് കേട്ടോ. വേറെ ഒന്നും വേണ്ട ചോറ് കഴിക്കാനായിട്ട്, രസവും കൂർക്കുപ്പേരിയും മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിത് വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് എത്ര കിലോ കൂർക്ക വേണമെങ്കിലും ഇതുപോലെ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ, ഒരു വലിയ നെറ്റ് മാത്രം ഉണ്ടായാൽ മതി. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര കൂർക്ക വേണമെങ്കിലും സിമ്പിളായിട്ട് കയ്യിൽ കറിയൊന്നും ആവാണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നേരാക്കി എടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ കൂർക്കുപ്പേരി ഇതാ റെഡി ആയിട്ടോ. മുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വറമുളക് കുത്തിയിട്ടിട്ടും വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയും ചെറിയുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് എരിവിന് മുളക് പൊടി ഇട്ടു. അപ്പോൾ നമ്മുടെ കൂർക്കുപ്പേരി ഇതാ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള കൂർക്കുപ്പേരി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് രസം വെക്കണം കേട്ടോ. അപ്പോൾ രസം വെക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ രസം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. പിന്നെ നമ്മൾ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമരൻ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ആ വീഡിയോയും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടി സിനിമ കാണാൻ പോയി ചെറിയൊരു വീഡിയോ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സിനിമ കാണാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ ചിറ്റൂർ കൈരളി തിയേറ്ററിലാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും മോളും പിന്നെ ചേച്ചിയുടെ മോളും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടിയിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ സിനിമയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊരു മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഫെയർ ലവ്ലി തന്നെയാണ് കേട്ടോ. ഞാൻ എവിടെ പോകുമ്പോഴും യൂസ് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ക്രീമുകളൊന്നും അപ്ലൈ ചെയ്യില്ല കേട്ടോ. ഫെയർ ലവ്ലി പിന്നെ ബേബി പൗഡറാണ് കേട്ടോ. ഹിമാലയ ബേബി പൗഡർ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു മേക്കപ്പാണ്. ഞാൻ കണ്ണൊന്നും എഴുതാറില്ല കേട്ടോ. പുറത്ത് പോകുമ്പോൾ അങ്ങനെ കണ്ണൊന്നും എഴുതാറില്ല. ജസ്റ്റ് ഫെയർ ലവ്ലി ഇട്ട് പൗഡർ ഇടും. പിന്നെ ഒരു ചെറിയ പൊട്ടും വെക്കും. ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യും കേട്ടോ. അത്ര തന്നെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. ഇതാ റെഡിയായി കഴിഞ്ഞു. മുടി ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്രീ ഹെയർ ഇട്ടു കേട്ടോ. ചെറിയൊരു ക്ലിപ്പും വെച്ചിട്ട്. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് പോകാൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ മോൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഞങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടേ റെഡി ആവണുള്ളൂ പറയാൻ കേട്ടോ. അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് റെഡി ആവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞ ശേഷം റെഡി ആവാ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അമരൻ സിനിമ കാണാൻ പോവുകയാണ് കേട്ടോ. അടിപൊളി സിനിമയാണെന്ന് എല്ലാവരും പറഞ്ഞു. റിവ്യൂ ഒക്കെ കണ്ടു. അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും കാണണം പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുടിക്കാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണമ്മ ചേച്ചി വരുന്നില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ നാത്തൂൻ്റെ വീട്ടിൽ കണ്ണമ്മ ചേച്ചിനെ വിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ചേച്ചിയുടെ മോളിനെയും വിളിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതാ മോള് റെഡിയായി. അപ്പോൾ ഏട്ടനതാ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയ്ക്കൊക്കെ പോയിട്ട് കുറേ മാസങ്ങളായിട്ടോ. ലാസ്റ്റ് കണ്ട പടം ഏതാണെന്ന് വെച്ചാൽ ഓർമ്മയില്ല കേട്ടോ. അത്രയും കുറേ മാസങ്ങളായിട്ടുണ്ട് പോയിട്ട്. അപ്പോൾ ഈ സിനിമ എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ ഏട്ടൻ ശരി എന്നാൽ പിന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഏട്ടൻ എന്തായാലും ലീവാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ലീവ് എടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും പോവാം, ലീവല്ലേ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം ഒരു സിനിമ കാണാൻ പോണതിൻ്റെ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ ഇതാ ഇവിടുന്ന് കുറച്ചടുത്താണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ കുറച്ചടുത്താണ് ചേച്ചിയുടെ വീട്. അപ്പോൾ നമ്മൾ എപ്പോൾ സിനിമയ്ക്ക് പോകുമ്പോഴും സാന്ദ്ര നടവരും സാന്ദ്രനെ നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. മോൾക്കും അവൾക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ അവൾക്കൊരു കൂട്ടായി. അങ്ങനെ രണ്ടുപേർക്കും കൂട്ടായല്ലോ. അങ്ങനെ കേട്ടോ. ഇതാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ സാന്ദ്രനെ വിളിച്ച് നമ്മളിതാ സിനിമയ്ക്ക് പോവാണ് കേട്ടോ. ഇതാ അവളിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഇനി പിന്നെ വേറെ ചേച്ചി വരുന്നുണ്ട്. ഏട്ടന് മൊത്തം 6 ചേച്ചിമാരാണ്. അപ്പോൾ ഇതൊരു ചേച്ചിയുടെ വീട് കേട്ടോ. 4ാമത്തെ ചേച്ചിയുടെ വീടാണ്. ഇനി നമ്മുടെ കൂടെ സിനിമയ്ക്ക് വരുന്നത് 3ാമത്തെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ചേച്ചി ഇതാ മേട്ടുപ്പാളയത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചിനെ വിളിച്ച് നമ്മൾ സിനിമയ്ക്ക് ഇതാ തിയേറ്റർ എത്താറായിട്ടോ. അതായത് തിയേറ്റർ എത്തിയിട്ടോ. ചിറ്റൂർ കൈരളി തിയേറ്ററാണ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അകത്ത് കയറിയ ശേഷം പിന്നെ നല്ല തിരക്ക് വന്നു. നമ്മൾ പോണ ടൈമിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ തിരക്കൊന്നും അധികം കാണാനില്ല. എന്തായാലും ഫുള്ളായിരുന്നു കേട്ടോ. തിയേറ്റർ ഫുള്ളായിരുന്നു. നമ്മൾ പോയി അപ്പോഴേക്കും പിന്നെ തിരക്ക് വന്നു. ഇതാ നമ്മൾ തിയേറ്ററിലിരുന്നു സിനിമ കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഏട്ടൻ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. സിനിമ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു പോപ്കോൺ വാങ്ങിച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഇൻ്റർവെല്ലായപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കേട്ടോ. സിനിമ നല്ല അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. സൂപ്പറായിരുന്നു കേട്ടോ. സായിപ്പല്ലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട് നമുക്ക് കരച്ചിൽ വന്ന സീനുകളൊക്കെ ഉണ്ട്.
സൂപ്പറായിട്ടുണ്ടായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം ഒരു അടിപൊളി സിനിമ കണ്ടൊരു ഫീലാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞതാ വന്നിരിക്കുന്നത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ചേച്ചി വരുമ്പോൾ തന്നെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമ കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ചപ്പാത്തിയും പിന്നെ മുട്ടക്കറി കേട്ടോ. നമ്മൾ 6 മണിക്കുള്ള ഷോയ്ക്കാണ് പോയത്. അപ്പോൾ ചേച്ചി നേരത്തെ തന്നെ ഉച്ചയ്ക്ക് തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണു. അപ്പോൾ നമ്മളവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ചു. കുറേ ആയി അങ്ങോട്ട് പോയിട്ട്, അതുകൊണ്ട് തന്നെ പോയപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അതെല്ലാവരും കൂടി കഴിക്കുകയാണ്. പെട്ടെന്ന് പോയിരിക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതാ കുറച്ച് നേരം ഏട്ടനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു അരമണിക്കൂറിൽ നമ്മളൊരു 10:30 ആയിട്ടോ. 10:30ക്ക് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോണത്. പിന്നെ പോണ വഴിയിൽ സാന്ദ്രനെ അവരുടെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ വിശേഷങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.